പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൂതികളുടെ പ്രധാനമന്ത്രി ഇസ്രായേലി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതുമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ യമന്റെ ഭാഗത്തു നിന്ന്, ഹൂതികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ താക്കീത് ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന റിപ്പോർട്ടുകളുണ്ട്. തങ്ങൾ വലിയ ശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന രീതിയിൽ ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിലെ മന്ത്രിമാരെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറ്റി എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേൽ കൂടുതൽ ശക്തമായി ഗസ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യത്തിനും ശക്തമായ പ്രഹരമേൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊരു നിഗമനം മാധ്യമങ്ങളിൽ നിറയുന്നത് ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ അത് തകരുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേലിൻ്റെ വിദേശ നിക്ഷേപത്തിൽ 28% കുറവുണ്ടാകുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലി ബാങ്കുകളിൽ നിന്നുള്ള തങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ഇസ്രായേലി കമ്പനികൾ, ഇസ്രായേലി ബേസ് ആയിട്ടുള്ള ചില കമ്പനികൾ, പ്രത്യേകിച്ചും ക്യാറ്റർ പില്ലർ മുതലായ ചില കമ്പനികളിൽ ആ കമ്പനിയുടെ ഈ JCB മുതലായ ഉപകരണങ്ങൾ ഗസയിൽ ഭവനങ്ങൾ തകർക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ കമ്പനിയിലെ നിക്ഷേപങ്ങളും ചില വ്യക്തികളും രാജ്യങ്ങളും ഒക്കെ പിൻവലിക്കുന്നതിനുള്ള വാർത്തകളും ഇന്നലെയും മിനിഞ്ഞാതുമായിട്ടുള്ള ചില മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇസ്രായേലിൽ നിന്ന്, അവരുടെ ബാങ്കുകളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ നിക്ഷേപം പിൻവലിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത. 28% കുറവ് ഇസ്രായേലിൻ്റെ വിദേശ നിക്ഷേപത്തിൽ ഉണ്ടാകുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഏകദേശം $6,750 കോടി നിക്ഷേപം ഇങ്ങനെ പിൻവലിക്കപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ ഒരു സാമ്പത്തിക സപ്പോർട്ടില്ല എങ്കിൽ അത് വലിയ രീതിയിലേക്ക് ഇസ്രായേലിനെ ബാധിച്ചേക്കാമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമല്ല വിനാശമുണ്ടാക്കുന്നത്, ഇസ്രായേലിനെ ഒരു തരത്തിൽ, ഗസയെ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്ന വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഹൂതികൾ വളരെ കണ്ണിങ് ആയിട്ട് തന്നെ, വളരെ ലക്ഷ്യബോധം വെച്ച് കൊണ്ട് തന്നെ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രായേലിൻ്റെ കപ്പലുകളെയും ഇസ്രായേലിലേക്ക് അവശ്യ സാധനങ്ങളും ഫാക്ടറികളിലേക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്ന കപ്പലുകളെയും ലക്ഷ്യമാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വിഘാതം വരുത്തുവാൻ ഹൂതികൾ കഴിയുന്നുണ്ട്. കാരണം ഇസ്രായേൽ മിക്കപ്പോഴും ഈ ചെങ്കടൽ വഴിയുള്ള ആക്രമണം, ഹൂതികളുടെ ആക്രമണം ഭയന്ന് വേറെ മാർഗങ്ങളിൽ കൂടിയാണ് സാധനങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. അത് വലിയ ചെലവ് ഇസ്രായേൽ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിലെ സാധനങ്ങളുടെ വില 3-4 ഇരട്ടിയായി വർദ്ധിക്കുന്നു. ജനങ്ങൾക്കിടയിൽ അത് അസംതൃപ്തി ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും യുദ്ധം അത് ഗസയെ ഒരു തരത്തിൽ ബാധിക്കുമ്പോൾ, ഗസയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, ഇസ്രായേലിലെ ജനങ്ങൾ അത് മറ്റൊരു വിധത്തിൽ അനുഭവിക്കുന്നു, വിലക്കയറ്റമായി അനുഭവിക്കുന്നു, ഇസ്രായേലിൻ്റെ സാമ്പത്തിക വളർച്ച തകരുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും ലോകം കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ടില്ല എങ്കിൽ ഈ രണ്ടു രാജ്യങ്ങളുടെയും നിലനിൽപ്പ്, ഗസ ഏകദേശം അതിൻ്റെ പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ സൈനികരുടെ വലിയ വിന്യാസം ഉണ്ടാകുന്നു. മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുവാൻ ഇസ്രായേൽ സൈന്യത്തിന്, ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ ക്യാബിനറ്റ് അനുവാദം നൽകി കഴിഞ്ഞു. പക്ഷേ ഗസയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കും തോറും ശക്തമായ പ്രതിരോധം ഹമാസിൻ്റെ അതുപോലുള്ള ഗസയിലെ പ്രതിരോധ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇസ്രായേൽ സൈനികർ വൻതോതിൽ തന്നെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട് പൊലിഞ്ഞു വീഴുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ കുറച്ചു നാളുകൾ നീണ്ടു നിന്നാലും ഒരുപക്ഷെ ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ അവകാശം 3-4 മാസം കൊണ്ട് ഗസ പൂർണ്ണമായും കൈയടക്കാമെന്നാണ്. എന്നാൽ ഇസ്രായേലി സൈന്യം പറയുന്നത് 4-5 മാസം വേണ്ടിവരുമെന്നാണ്. പക്ഷേ നിഷ്പക്ഷരായ നിരീക്ഷകർ പറയുന്നത് ഒരുപക്ഷെ 5 വർഷത്തോളം തന്നെ വേണ്ടി വന്നേക്കാമെന്നാണ്. അത്രത്തോളം നീണ്ട കാലയളവ് വേണ്ടിവരും ഇസ്രായേലിനെ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാൻ എന്നാണ് നിഷ്പക്ഷമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്രയും നീണ്ട ഒരു യുദ്ധം ഇസ്രായേലിൻ്റെയും സാമ്പത്തിക സ്രോതസ്സുകളുടെ മുരടിപ്പിച്ചേക്കാം. ഇസ്രായേൽ എന്ന രാജ്യം വലിയ പ്രതിസന്ധികളിലേക്ക്, അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് വന്നേക്കാം. ഗാസ പൂർണ്ണമായി നശിപ്പിച്ചാലും ഇസ്രായേലും അത് വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്ന നിരൂപണമാണ് നിഷ്പക്ഷരായ ആളുകൾ നടത്തുന്നത്. ഇരുപക്ഷത്തുമുള്ള തീവ്ര മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾ സമാധാനത്തിൻ്റെതായ ഒരു മാർഗം സ്വീകരിച്ചാൽ മാത്രമേ ഇരു രാജ്യങ്ങളുടെയും നിലനിൽപ്പ് സാധ്യമാകൂ എന്ന വിലയിരുത്തൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇസ്രായേലിനെ ഫലസ്തീനും അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും 2 സ്വതന്ത്ര രാജ്യങ്ങളായി നിന്നുകൊണ്ട് മാത്രമേ ആ മേഖലയിൽ സമാധാനം നിലനിർത്തുവാൻ കഴിയൂ എന്നാണ് ഏറ്റവും അവസാനമായി വരുന്ന വിശകലനവും
ഏറ്റവും സത്യസന്ധമായ വിശകലനം എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. തൽക്കാലം ഈ വീഡിയോയുമായി വിട വാങ്ങിയാണ് മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.